ഒരു കാലത്ത് ഇന്ത്യയുടെ തെക്കൻ ഭാഗത്ത് മൈസൂർ എന്നൊരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യം ഭരിച്ചിരുന്ന ഒരാൾ ചരിത്രം ഇന്നും മറക്കാത്ത പേരാണ് ടിപ്പു സുൽത്താൻ. ടൈഗർ ഓഫ് മൈസൂർ എന്ന് വിളിക്കപ്പെട്ട ഈ രാജാവ് ഒരു സാധാരണ രാജാവല്ലായിരുന്നു. കാരണം അന്ന് ഇന്ത്യയിൽ പല രാജാക്കന്മാരും ബ്രിട്ടീഷുകാരോട് കീഴടക്കിക്കൊണ്ടിരുന്ന സമയത്ത് ജീവിതം മുഴുവൻ ആടായി ജീവിക്കുന്നതിനേക്കാൾ ഒരു ദിവസം സിംഹമായി ജീവിക്കുന്നത് നല്ലത് എന്ന് തുറന്നു പറഞ്ഞ് ബ്രിട്ടീഷുകാർക്കെതിരെ അവസാന ശ്വാസം വരെ പോരാടിയ മനുഷ്യനായിരുന്നു ടിപ്പു സുൽത്താൻ. തന്റെ പിതാവായ ഹൈദരലി മരണപ്പെട്ടതിനു ശേഷം 1782 അധികാരത്തിലെത്തിയ ടിപ്പു സുൽത്താൻ രാജ്യം ഭരിക്കുന്നത് വെറും സിംഹാസനത്തിലിരുന്നല്ല, ജനങ്ങളോടൊപ്പം നിന്നാണെന്ന് തെളിയിച്ച ഒരാളായിരുന്നു. കൃഷിക്ക് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു, നികുതി വ്യവസ്ഥ ലളിതമാക്കി, വിദേശ രാജ്യങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചു, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളുമായി സഖ്യം ചേർന്നു. അതേസമയം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണമെന്നൊരു സ്വപ്നം തന്റെ ഹൃദയത്തിൽ കത്തിച്ചുകൊണ്ടേയിരുന്നു. ടിപ്പുവിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായിരുന്നു ടൈഗറിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം. അത് വെറും മൃഗസ്നേഹമല്ല, ധൈര്യത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, ഭയമില്ലായ്മയുടെ പ്രതീകമായിരുന്നു ടൈഗർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ, നാണയങ്ങളിൽ, ആയുധങ്ങളിൽ, കൊട്ടാര ഭിത്തികളിൽ എല്ലാം ടൈഗർ രൂപങ്ങൾ കാണാം. ബ്രിട്ടീഷുകാർ ടിപ്പുവിനെ ഏറ്റവും ഭയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ബുദ്ധികൗശലത്തിനും സൈനിക നേതൃത്വത്തിനുമായിരുന്നു. റോക്കറ്റ് ആയുധങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. മൈസൂർ സൈന്യം അന്നത്തെ യൂറോപ്യൻ സൈന്യങ്ങളോട് പോലും തുല്യമായി നിൽക്കുന്ന തരത്തിൽ പരിശീലിപ്പിക്കപ്പെട്ടു. 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടന്നു. ഓരോ യുദ്ധത്തിലും ബ്രിട്ടീഷുകാർക്ക് ടിപ്പു ഒരു വലിയ തലവേദനയായി. പക്ഷേ 4ാമത്തെ യുദ്ധത്തിൽ 1799 നടന്ന ശ്രീരംഗപട്ടണത്തിൽ നടന്ന അവസാന പോരാട്ടത്തിൽ ചതിയുടെയും വലിയ സഖ്യസേനകളുടെ മുന്നിൽ ടിപ്പു സുൽത്താൻ വീഴുകയായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, അദ്ദേഹം ഒളിച്ചോടിയില്ല, കീഴടങ്ങിയില്ല. സ്വന്തം സൈനികരോടൊപ്പം മുൻനിരയിൽ നിന്നുകൊണ്ടാണ് മരണം ഏറ്റുവാങ്ങിയത്. യുദ്ധഭൂമിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടപ്പോൾ പോലും ബ്രിട്ടീഷ് സൈനികർ പറഞ്ഞത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ഹി ഡൈഡ് ലൈക്ക് എ ട്രൂ കിങ്. ടിപ്പു സുൽത്താൻ മരിച്ചതോടെ മൈസൂർ രാജ്യം തകർന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ആത്മാവ് തകർന്നില്ല. കാരണം ഇന്നുപോലും സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, വിദേശാധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിയ ധീരന്മാരെക്കുറിച്ച് പറയുമ്പോൾ ടിപ്പു സുൽത്താന്റെ പേര് ചരിത്രം വീണ്ടും വീണ്ടും ഉച്ചരിക്കുന്നു. ചിലർ അദ്ദേഹത്തെ വിവാദങ്ങളിലൂടെ വിലയിരുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു കാര്യം മാറ്റാൻ കഴിയില്ല: ബ്രിട്ടീഷുകാരോട് നേരിട്ട് ഇല്ല എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിനായി ജീവൻ കൊടുത്ത ഒരു ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഥ ഒരു രാജാവിൻ്റെ കഥ മാത്രമല്ല, ഭയമില്ലാതെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന, അടിമത്തത്തെ വെറുപ്പിക്കാൻ പഠിപ്പിക്കുന്ന, സ്വാതന്ത്ര്യത്തിൻ്റെ വില മനസ്സിലാക്കാൻ പഠിപ്പിക്കുന്ന ഒരു ചരിത്രപാഠം കൂടെയാണ്. ഇതോടെയാണ് ടിപ്പു സുൽത്താന്റെ കഥ നമ്മൾ അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഈ കഥയുടെ ആത്മാവ് ഇവിടെ അവസാനിക്കുന്നില്ല. കാരണം ടിപ്പു ഒരു രാജാവായി മാത്രം ജീവിച്ചില്ല. ഭയത്തിനു മുന്നിൽ തലകുനിക്കാതെ നിൽക്കാൻ പഠിപ്പിച്ച ഒരു ചിന്തയായി അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. ചരിത്രം ചിലരെ വിജയികളായി എഴുതിയേക്കാം, ചിലരെ തോറ്റവരായി വിളിച്ചേക്കാം. പക്ഷെ കാലം കടന്നു പോകുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ. അത്തരത്തിൽ ഒരു മനുഷ്യനായിരുന്നു ടിപ്പു സുൽത്താൻ. ഈ കഥ നിങ്ങളെ അല്പമെങ്കിലും ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യത്തിൻ്റെ വില ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചരിത്രത്തെ ഒരു പുതിയ കണ്ണോടെ കാണാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ സപ്പോർട്ടായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ യഥാർത്ഥ ചരിത്രകഥകൾ, മറഞ്ഞുപോയ രാജാക്കന്മാരുടെ ജീവിതങ്ങൾ, മനുഷ്യരെ ചിന്തിപ്പിക്കുന്ന സംഭവങ്ങൾ തുടർച്ചയായി കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം അടുത്ത കഥയും ചരിത്രം മറച്ചുവെച്ച പക്ഷെ അറിയപ്പെടേണ്ട ഒരു സത്യമായിരിക്കും.